ഈ കാര്യം അറിയിക്കേണ്ടത് എൻ്റെ കടമയായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. നിങ്ങൾ വന്നാലും വന്നില്ലെങ്കിലും എൻ്റെ സഹോദരിയുടെ ചടങ്ങ് നടക്കുക തന്നെ ചെയ്യും. നിൽക്ക. എന്റെ അമ്മ പറഞ്ഞത് കൂടാതെ ഇത്രയും നേരം നീ സമാധാനത്തോടെ ഇവിടെ നിന്നതുകൊണ്ട് നാളെ നിന്റെ അമ്മായിയെയും കൂട്ടി ദുർഗയെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ വരും. താങ്ക്സ് അച്ഛാ. ഞാൻ കരുതി അച്ഛൻ മുത്തശ്ശിയുടെ കൂടെ നിൽക്കുമെന്ന. ശ്രീദേവി, എന്റെ ദേവേട്ടൻ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്നാൽ നീ തീർച്ചയായും വരണം. കാരണം അത് നിന്റെ അനിയത്തിയുടെ ഫംഗ്ഷനാ. എന്റെ ഏട്ടൻ എന്നെ വിളിച്ചില്ലല്ലോ. ഞങ്ങളിവിടെ വന്നതുകൊണ്ട് തന്നെ നിനക്ക് മനസ്സിലാക്കാമല്ലോ, നാളെ ആ വീട്ടിലേക്ക് ആർക്ക് വേണമെങ്കിലും വരാം. പോം ശിവാനി. ശിവാനി, ഒരു മിനിറ്റ് നിൽക്ക്. പൂവും പഴവും എല്ലാം താഴെ വീണുപോയി. അതുകൊണ്ടാ ഞാൻ ഈ കുങ്കുമം എടുത്തോണ്ട് വന്നേ. മറക്കാതെ വരണേ വല്യമ്മേ. ഏട്ടാ, ഞാൻ നാളെ രാവിലെ വന്ന് ഏർപ്പാടുകളൊക്കെ ചെയ്യാം. നിങ്ങൾ ചെല്ല. ശ്രീദേവി, ഇതൊക്കെ എടുത്ത് പുറത്തു കൊണ്ടുപോയിക്കളാ. എന്തിനാ കളയുന്നത് ശ്രീദേവി? ആ പൂവും പഴവും ഒക്കെ എടുത്ത് തൊഴുത്തിലുള്ള ആടുമാടുകൾക്ക് കൊടുക്ക്. പാവം, അതുങ്ങൾ പാലെങ്കിലും തരുമല്ലോ. ഈ കിളവിടെ ജീവനൊന്ന് പോട്ടെ. അപ്പൊ ഈ പൂവെല്ലാം ഈ കിളവിടെ ദേഹത്തോട്ടിട്ട് ശ്മശാനത്തിലോട്ട് വിടുന്നു. ഹലോ, എന്തെങ്കിലും പറയേട്ടാ. എന്ത് സംസാരിക്കാനാ നീ പറയുന്നത്? എന്റെ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തോർത്തിരുന്നിട്ട്
ഒന്നും സംസാരിക്കാതെ ഇങ്ങനെ വണ്ടി ഓടിച്ചോണ്ടിരുന്ന എനിക്ക് ബോറടിക്കില്ലേ? ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടും ദുർഗയുടെ ചടങ്ങ് പറയണമെന്ന് പറഞ്ഞ് നീയല്ലേ നിർബന്ധിച്ച് എന്നെ അവിടെ കൊണ്ടുപോയത്. അവിടെ പോയാൽ അവരെങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്റെ മുത്തശ്ശിയുടെ സിന്ദൂരം മാഞ്ഞിട്ട് ഒത്തിരി വർഷമായി. എനിക്ക് അവർക്ക് പൊട്ടുപോലും വയ്ക്കാൻ പറ്റില്ല. വരുന്നുണ്ടോ ഇല്ലയോന്ന് എനിക്കൊരു വാക്ക് പോലും ചോദിക്കാൻ പറ്റില്ല. എന്നാലും എന്റെ വല്യച്ഛൻ എന്റെ വല്യമ്മയും കൂട്ടി വരാന്ന് പറഞ്ഞല്ലോ. ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? അമ്മായി മാത്രം വരുന്നതിലാണ് എനിക്കിഷ്ടം. അവരുടെയൊക്കെ ആവശ്യം എന്താ? ചേട്ടാ, ഇങ്ങനെ എല്ലാരുമായിട്ടും ശത്രുതയൊക്കെ വെച്ചോണ്ടിരുന്ന ഭാവിയിൽ ദുർഗയുടെ കല്യാണത്തിന് ആര് വരുമെന്നാ? ഹലോ, ആദ്യം ഗൗരിയുടെ കല്യാണവും നടക്കട്ടെ. അതിനു മുമ്പ് ലക്ഷ്മിയുടെ കല്യാണവും നടക്കാനുള്ളതാ. അത് നീ മറന്നോ? ഞാൻ എങ്ങനെ ഇതൊക്കെ മറക്കുന്നേ? അനിയത്തിമാരെ എത്രയും പെട്ടെന്ന് കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാ നമ്മൾ രണ്ടുപേരും മാത്രം ആ വീട്ടില് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ഹെൽമെറ്റ് വെച്ചോണ്ട് മാത്രമേ ബൈക്കിൽ യാത്ര ചെയ്യാവൂ എന്ന് ഒരുപാട് തവണ താക്കീത് തന്നതാ. എന്നാ നമ്മളത് കേട്ടില്ല. എന്നാ അതിപ്പോ എത്ര അത്യാവശ്യമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു പ്രശ്നവും വരാതെ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ? അതിനുവേണ്ടി മാത്രമല്ല, നിന്റെ നിർത്താതെയുള്ള ഈ വാചകോടി എന്റെ ചെവി കൊണ്ട് എനിക്ക് കേൾക്കണ്ടല്ലോ. ഹലോ ഏട്ടാ, ശങ്കരൻ ചേട്ടനെ ഇവിടെയെങ്കിലും കാണാനില്ല. എന്താ? അതെ ചേട്ടാ, ഹോസ്പിറ്റലിൽ മുഴുവൻ അന്വേഷിച്ചു, പക്ഷെ ഇവിടെ എവിടെയും കാണാനില്ല. നല്ലോണം ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ. അതിനിടയ്ക്ക് നീ എങ്ങോട്ടാ പോയത്? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കാൻ പോയതാ ചേട്ടാ. വന്ന് നോക്കിയപ്പോ ഇവിടെയെങ്കിലും ഇല്ല. ഛേ, എന്ത് പറ്റി ചേട്ടാ? ഹോസ്പിറ്റലിൽ നിന്ന് ശങ്കരമ്മാവനെ കാണുന്നില്ലെന്ന്. അതെങ്ങനെ? അതെനിക്ക് അറിയില്ല ശിവാനി. ചേട്ടാ, നമുക്ക് പെട്ടെന്ന് പോയി അവിടേക്ക് നോക്കാം. പോകാം. ശിവാനി, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നീ ആ വഴിക്ക് പോ, ഞാൻ ഈ വഴിക്ക് പോയി നോക്കാം. ആ ശരി ചേട്ടാ. എക്സ്ക്യൂസ് മീ. ചേട്ടാ, ഞാൻ കണ്ടില്ല. ശിവാനി, എവിടെയെങ്കിലും കണ്ടോ? ഇല്ല ചേട്ടാ. ശ്ശെ. അത് പിന്നെ കോമയിൽ എഴുന്നേറ്റ ശങ്കർ ചെറിയച്ചൻ എങ്ങോട്ടായിരിക്കും പോയത്? അതോ ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശിവാനി. സമയം കളയാതെ നമുക്കറിയാവുന്നവരടുത്തെല്ലാം ഇതിനെപ്പറ്റി പറഞ്ഞ് വൈകുന്നേരത്തിന് മുമ്പ് അമ്മാവനെ കണ്ടുപിടിക്കാൻ നോക്കാം. പക്ഷേ ആ കാര്യം എല്ലാരും അറിയാതെ നോക്കണം ചേട്ടാ. ശരി, വാ ചേട്ടാ. വാ ശിവാനി. വരദരാജ, നീ ഇത്രയും പ്രായമായിട്ടും എന്നെ എതിർത്തൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ എന്റെ വാക്കനുസരിക്കാതെ ഭാര്യയും കൂട്ടി ഗൗതമിന്റെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചു. ദുർഗയുടെ ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് അത്ര ആഗ്രഹം ഉണ്ടായോ നിനക്ക്? അവര് തരുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടല്ലമ്മേ ഞാൻ പോകുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപുണ്ടായ രക്തക്കറ കഴുകിക്കളയാൻ വേണ്ടി പോവുക. ഒന്നും മനസ്സിലാകുന്ന ഭാഷയിൽ പറ വരദരാജ. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് നീ പോകാന്ന് തീരുമാനിച്ചെങ്കിൽ അത് യുദ്ധമെന്നല്ലാതെ സന്ധി ചെയ്യാൻ വേണ്ടിയല്ലല്ലോ. എന്റെ സംശയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞതല്ലേ അമ്മേ, മറക്കാൻ ശ്രമിക്കുന്ന ആ ഭാരതിയുടെ ഓർമ്മകൾ മുള്ളുപോലെ വന്ന് തറയ്ക്കുന്നെന്ന്. അവളുടെ വയറ്റിൽ ജനിച്ച കുഞ്ഞ് മരിച്ചുപോയി എന്നും ഇനി ഒരിക്കലും ആ കാര്യത്തെപ്പറ്റിയുള്ള സംസാരം ഞാൻ കേൾക്കില്ലെന്നും വിചാരിച്ചിരുന്നതാ. എന്നാൽ എന്റെ കൺമുന്നിൽ വന്ന ദുർഗ എന്റെ മകളാണെന്ന് തിരിച്ചറിഞ്ഞ് എന്നെ നോക്കി ചിരിച്ചതുപോലെ തോന്നിയമ്മേ. അത് നിന്റെ മകൾ എങ്ങനെയാകും വരദരാജ? അത് ഭാരതി പ്രസവിച്ച കുഞ്ഞാ. ഭാരതിയുടെ കഴുത്തിൽ താലി കെട്ടിയിട്ടുണ്ടെങ്കിലും മുറപ്രകാരം വീട്ടിലേക്ക് കയറിയത് ഗീതയാ. പക്ഷെ അതിനു മുമ്പ് എനിക്ക് ഭാരതിയുടെ വീടുമായാണ് ബന്ധമെന്നുള്ള കാര്യം അമ്മയ്ക്കറിയാവുന്നതല്ലേ. ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ മനസാക്ഷി അവളും എന്റെ ഭാര്യയാണെന്ന കാര്യം
ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ പ്രായപൂർത്തിയായ നിന്റെ മകളെ കൺകുളിരെ കാണാനാണോ നീ അങ്ങോട്ടേക്ക് പോകുന്നത്? അങ്ങനെ ചെയ്യുന്നവനായിരുന്നെങ്കിൽ ഞാൻ അമ്മയുടെ മകൻ എങ്ങനെയാകും? നാളെ എൻ്റെ കൂടെ വരുന്ന ഗീത ആ ദുർഗയ്ക്ക് വസ്ത്രം നൽകും, വളകൾ ഇട്ടു കൊടുക്കും, പൊട്ടു തൊട്ടു കൊടുക്കും, അങ്ങനെ ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കും. എന്നാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് കണ്ട് അവിടെ മുഴുവൻ കിടുങ്ങി വിറയ്ക്കും. എന്താ നീ ചെയ്യാൻ പോകുന്നത്? അവളുടെ ജീവൻ എടുക്കാൻ പോവുകയാണോ? എന്റെ രക്തമാണെന്ന് മനസ്സിലാകാൻ ഇത്രയും നാളുകളെടുത്തു. വേറെ ഏതെങ്കിലും നാട്ടിലായിരുന്നെങ്കിൽ ഇനി ഒരു 4-5 വർഷം കഴിഞ്ഞ് ഒരു നല്ല ബന്ധം കണ്ടുപിടിച്ച് അവളുടെ കല്യാണം നടത്തി കൊടുക്കുമായിരുന്നു. എന്നാൽ എന്റെ ശത്രു ഗൗതമിന്റെ സഹോദരിയായിട്ട് അവൾ വളർന്നത് അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. രക്തം എന്റേതാണെങ്കിലും സ്വഭാവം അവരുടേതായിരിക്കും. അതെനിക്ക് ആവശ്യമില്ല. ഞാൻ ചെയ്ത പാപം അവിടെ പുണ്യമായി വളർന്നു വന്നിരിക്കുന്നു. എന്റെ സഹോദരിയുടെ വീട്ടിൽ വെച്ച് തന്നെ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണോ അമ്മേ? വരദരാജ, നീ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നീ ആലോചിക്കുന്നുണ്ടോ? ചെയ്യാൻ പാടില്ലാത്ത ചെയ്ത് നീ ജയിലിലേക്ക് പോയാൽ എന്താ അമ്മേ സംഭവിക്കുക? അപ്പോ ഗൗതമിനെ പ്രസവിച്ച അമ്മ സാവിത്രിയെ കണ്ടുമുട്ടും. ആ, ഭരതരാജ, എന്താടാ നീ എന്താ ഈ പറയുന്നത്? പറയടാ. സാവിത്രിയോട് സംസാരിക്കാൻ പോകുന്നെന്നോ? എവിടെയുണ്ടടാ? എവിടെയുണ്ട് സാവിത്രി? അമ്മയോട് ഞാൻ പറഞ്ഞില്ലമ്മേ. കയ്യിൽ കറ പുരളാതെ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതുമാത്രം ചിന്തിച്ച് ഹൃദയത്തിലുണ്ടായിരുന്ന ഭാരമൊക്കെ ഇറക്കി വെച്ച് ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ മറ്റുള്ളവരുടെ ചുമലിലാക്കി പ്രശ്നം വഷളാക്കി മാറ്റി ഞാൻ വളരെ നല്ലവനായി മാറി. സാവിത്രി ജീവനോടെ ഉണ്ടെങ്കിൽ നിന്നെ ജീവനോട് വിടില്ല വരദരാജ. ആദ്യം അവള് പുറത്തു വരണ്ടേ അമ്മേ? എന്താ ഈ പറയുന്നേ? ശക്തിശാലിയും ധൈര്യശാലിയുമായ ഗൗതമിനെ പ്രസവിച്ചു വളർത്തിയ സാവിത്രി ജയിലിനകത്താ. എന്തു ചേട്ടാ, എന്തെങ്ങനെ വിഷമിച്ചിരിക്കുന്നെ? ഒന്നുമില്ല മോളെ. ഞങ്ങളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും വിഷമം ഉണ്ടായോ ഏട്ടാ? ഛേ, നിങ്ങൾ എന്തിനാ മക്കളെ ആവശ്യമില്ലാത്തത് ചിന്തിച്ചു കൂട്ടുന്നത്? അങ്ങനെയൊന്നും ഇല്ലെങ്കിലും ശരി, ഞങ്ങളോട് എന്താ മറക്കുന്നതെന്ന് പറയൂ ഏട്ടാ. ഞങ്ങളോട് ഇങ്ങനെ ഒന്നും പറയാതിരുന്ന ഞങ്ങൾക്ക് ഉറക്കം വരില്ല. ഏട്ടൻ എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ആലോചിച്ച് രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കും. ഈ വീട്ടിലെ മരുമകളായിട്ട് ഇവിടെ കയറി വന്നവളാ ഞാൻ. എന്നോടും കൂടി ചോദിക്കാതെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഏട്ടനോട് മാത്രം ചോദിച്ചാൽ എങ്ങനെയാ? അനിയത്തിമാരെപ്പോഴും ചിരിച്ചോണ്ട് അവരുടെ മുഖം മാത്രം സന്തോഷത്തോടെ ഇരിക്കണമെന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ ഏട്ടൻ ഉറപ്പായിട്ടും ഇത് പറയാനേ പോകുന്നില്ല. ഏട്ടത്തിക്ക് എന്താണെന്നറിയോ? എനിക്കറിയാമെങ്കിലും പാവം പോലെ മുഖവും വെച്ച് നിങ്ങൾ ഏട്ടനെ നോയിക്കൊണ്ടിരിക്ക. കാര്യം എന്താന്ന് പറയൂ ശിവാനി. ഓട്ടോ ശങ്കർ ചെറിയച്ചന് ബോധം തെളിഞ്ഞിരിക്ക. അത് നല്ല കാര്യല്ലേ? ഞാനൊന്ന് മുഴുവൻ പറഞ്ഞോട്ടെ? പെട്ടെന്ന് പറയട്ടെ. കോമയിൽ എഴുന്നേറ്റ ആള് നമ്മുടെ വീട്ടിലേക്കാണോ വന്നത്, അതോ വേറെ എവിടെയെങ്കിലും പോയോ, എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ആർക്കും അറിയില്ല. നീ പറയുന്നതെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. എനിക്ക് സുബോധം വന്നെങ്കിലും നിങ്ങളോട് പറയാതെ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ വന്നു.
എന്തുകൊണ്ടെന്നാൽ നാളെ ദുർഗയ്ക്ക് മഞ്ഞൾ നീരായിട്ട് നടത്തുവാനുള്ളതാണ്. ആ വൃത്തികെട്ട വരദരാജൻ നാളെ ഈ വീട്ടിൽ വരുമെന്ന് ഞാൻ ഇതിനകം മനസ്സിലാക്കി. അവന്റെ കഥ കഴിക്കാനാ ഞാൻ ഈ വീട്ടിലേക്ക് വന്നത്. അവന്റെ ജീവൻ എടുക്കുന്നത് വരെ ഞാൻ ആരുടെ കണ്ണിലും പെടില്ല. ഞാൻ ഇവിടെയുള്ള കാര്യം ആരും അറിയാനും പാടില്ല. ശങ്കരമാവൻ എങ്ങോട്ടാ പോയത്? എല്ലായിടത്തും അന്വേഷിച്ചായിരുന്നു ഏട്ടൻ? എല്ലായിടത്തും അന്വേഷിച്ച് നോക്കി മക്കളെ, ഒരിടത്തും കണ്ടില്ല. അപ്പൊ ശങ്കർ ചെറിയച്ഛന് എന്ത് പറ്റിയതാവോ ഏട്ടാ? എനിക്കെന്താ തോന്നുന്നേന്നറിയോ? ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലോ എന്ന് പേടിച്ച് ചെറിയച്ഛൻ എങ്ങോട്ടെങ്കിലും പോയതാന്നാ തോന്നുന്നേ. ആരെന്ത് ചെയ്യുമെന്നാ പറയുന്നേ? ഇവളുടെ വല്യച്ഛനുണ്ടല്ലോ, അതാ വരദരാജൻ അമ്മാവൻ. ശങ്കരമാവനും വരദരാജ അമ്മാവനും തമ്മില് എന്താ പ്രശ്നം? അതൊന്നുമില്ല ലക്ഷ്മി. നിന്റെ അമ്മയുടെ മേൽ ആവശ്യമില്ലാത്ത കുറ്റം ആരോപിച്ചതല്ലേ. ശങ്കർ ചെറിയച്ഛൻ ഒന്ന് തുറിച്ചു നോക്കിയാൽ മാത്രം മതിയാകും എന്റെ വല്യച്ഛൻ ഒന്ന് പേടിക്കാൻ. വീണ്ടും എന്തെങ്കിലും വഴക്കുണ്ടാവൂന്ന് വിചാരിച്ച് ശങ്കർ ചെറിയച്ഛൻ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരിടത്തും പോകാനൊന്നും സാധ്യതയില്ല. എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കാണും. എനിക്ക് പേടിയാവുന്നുണ്ട് ഏട്ടാ. പേടിക്കല്ല മോളെ, ശങ്കരമ്മാവന്റെ കാര്യം ആലോചിച്ചപ്പോ അതിന്റെ ടെൻഷൻ കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ. അമ്മാവന് ഒരു ആപത്തും സംഭവിക്കില്ല. ചേട്ടാ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നതിന് പകരം ദുർഗയുടെ ഫംഗ്ഷൻ നന്നായിട്ട് നടക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്ക്. ആദ്യം അതിൽ ശ്രദ്ധിക്കുന്നതാ നമുക്ക് നല്ലത്. അതെ ഏട്ടാ. ശങ്കരമ്മാവൻ ഉണ്ടായിരുന്നെങ്കിൽ ചടങ്ങിൽ പങ്കെടുപ്പിക്കാമായിരുന്നു. ദുർഗയെ അനുഗ്രഹിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ഗൗതം. നിങ്ങൾ ആരും വിളിച്ചുകൊണ്ടുവരേണ്ട കാര്യമില്ല. ഞാൻ ആ വരദരാജന്റെ ജീവൻ എടുത്തിട്ടേ അടങ്ങൂ. നീ അവിടെ പോയി എന്റെ എല്ലാ സാരിയും മേടിച്ചിട്ട് വാ. ആ ശരി ചേച്ചി. എന്താ നീ അവിടെ ഒരുപാട് കാലവും നിൽക്കാൻ പോകുന്നില്ലല്ലോ, അതുകൊണ്ട് എല്ലാ സാരികളും എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെ? അറിയാത്തതുപോലെ അഭിനയിക്കുകയാണല്ലോ. നാളെ നീ നിന്റെ വീട്ടിലേക്ക് പോവുമല്ലേ, നിന്റെ അനിയത്തിയുടെ ചടങ്ങിന്റെ ആവശ്യത്തിനായി. ഏട്ടനും ഏട്ടത്തി നല്ലൊരു കാര്യം ക്ഷണിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. അതിന് സന്തോഷിക്കാതെ വായിൽ വന്നതുപോലെ സംസാരിച്ചത് നിങ്ങളുടെ മുത്തശ്ശിയല്ലേ? അപ്പൊ തന്നെ എന്റെ അച്ഛൻ ഇടക്കേറി നിങ്ങളുടെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിരുന്നില്ലേ? അതിന് നിങ്ങൾ വരുന്നില്ലല്ലോ ദേവേട്ടാ. അതെന്താ വരണ്ടേ? വേണ്ട ദേവേട്ടാ, നിങ്ങൾ വന്നാ ഇല്ലാത്ത പ്രശ്നങ്ങളും കൂടി അവിടെ ഉണ്ടാവും. ഏട്ടന്റെ മുന്നിൽ നിന്ന് എത്ര ദൂരം മാറി നിൽക്കാവോ അത്രയും ദൂരം മാറി നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഞാൻ വരുന്നില്ല. നിന്റെ ചേച്ചിയുടെ ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ വരുമായിരുന്നു. ഇത് നിന്റെ ഇളയ അനിയത്തിയുടെ ഫംഗ്ഷൻ അല്ലേ, ഞാനെന്തിനാ വരുന്നത്? ഒരുപാട് നന്ദിയുണ്ട് ദേവേട്ടാ. നിങ്ങൾ വരുന്നില്ലെന്ന് തീരുമാനിച്ചത് കൊണ്ട് അവിടെ നടക്കുന്ന ഫംഗ്ഷൻ എന്തായാലും നന്നായിട്ട് നടക്കും. ഞാൻ വന്നില്ലെങ്കിലും എന്റെ അച്ഛൻ അവിടെ വരും. ഞങ്ങൾ രണ്ടുപേരിൽ ആര് വന്നാലും ഒരേപോലെയാ. പിന്നെന്താ, ഞാൻ മനസ്സിലുള്ളത് അപ്പൊ തന്നെ തുറന്നു പറയും. പക്ഷെ എന്റെ അച്ഛനാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നതുവരെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. എന്നുവെച്ചാ നാളെ വരദരാജൻ അമ്മാവൻ ഞങ്ങളുടെ വീട്ടിൽ വരുന്നതിന് വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? നീ എങ്ങനെ വിചാരിച്ചാലും അത് അങ്ങനെ തന്നെയാണ് ശ്രീദേവി. എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് കരുതിക്കോ. പ്രശ്നം ഉണ്ടായാലും തല്ലുകൂടിയാലും വലിയ വേദനയൊന്നും ഉണ്ടാവില്ല. അത് നടക്കും ഇത് നടക്കുമെന്ന് വിചാരിച്ച് ആദ്യം തന്നെ ടെൻഷൻ അടിച്ചാലുണ്ടല്ലോ, കൊതുക് കുത്തിയാൽ പോലും പാമ്പാണ് കടിച്ചെന്ന് വിചാരിച്ചു കളയും. ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. എന്തു തന്നെ ആയാലും ദേവേട്ട വന്നില്ലെങ്കിൽ എന്റെ പകുതി ടെൻഷൻ കുറയും. ഇടയ്ക്കിടയ്ക്ക് നിന്നെ സന്തോഷിപ്പിക്കണമെന്ന് ഞാൻ വിചാരിക്കാം ശ്രീദേവി. ഈ 4 ചുവരുകൾക്കുള്ളിൽ നിന്നിങ്ങനെ ഇരുത്താതെ നിന്നെ പുറം ലോകത്തേക്ക് കൊണ്ടുപോയി സന്തോഷിപ്പിക്കാന്നാ വിചാരിക്കുന്നത്. ടേക്ക് കെയർ. വരദരാജൻ അമ്മാവൻ വന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കണം.